1984 ഞാൻ പോട്ട ആശ്രമത്തിൽ നിയമിതനായത്. ഞാനവിടെ ചെല്ലുമ്പോൾ പനക്കലച്ചൻ അവിടെ ഉണ്ട്, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ നായിക്കമ്പറമ്പലച്ചനും അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു വന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ പോട്ട ഡിവൈനിലെ ശുശ്രൂഷകൾ ഉണർന്നു തുടങ്ങിയ കാലമാണത്. ഓരോ ധ്യാനകേന്ദ്രത്തിനും അവരവരുടേതായ ഒരു ധ്യാനം എന്ന രീതിയിൽ അവരവരുടേതായ ഒരു പാട്ടും വേണമെന്നൊരു തോന്നൽ അന്നുണ്ടായി. അപ്പം അങ്ങനെ നായിക്കമ്പറമ്പലച്ചനും പനക്കലച്ചനും എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെതായ തനതായ ചില പാട്ടുകൾ വേണം. അന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് ദൈവസ്നേഹം എന്ന തീമാണ്, എന്ന വിഷയമാണ്. അപ്പം അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ളൊരു പാട്ടാണ് എന്ന് അവർ പറഞ്ഞു. അപ്പം അതിനനുസരിച്ചാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഉണ്ടായത്. വചനോത്സവം എന്ന മാസിക തുടങ്ങിയ കാലമായിരുന്നു. അതുകൊണ്ട് ഈ ആൽബത്തിനും വചനോത്സവം എന്ന പേരാണ് ഇട്ടത്. പച്ചാളം സ്വദേശിയായ എൽഡ്രിച്ച് ഐസക്സ് ആണ് അതിന് ഈണമിട്ടത്. ഒരു 10 പാട്ടുകൾ അതിനോടുകൂടി ഉണ്ടായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേണ്ടി എഴുതിയൊരു പാട്ടാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് കാണാം ഈ പാട്ടിലുടനീളം ദൈവവചനത്തിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട്. ഞാൻ കൊട്ടേഷനൊന്നും എഴുതിയിട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ നന്നായിട്ട് ഈ വിഷയങ്ങളെ ധ്യാനിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആകാശം പോലെ വിശാലം, നാഥ നിൻ സ്നേഹം എത്ര അഗാധം, പെറ്റമ്മ പോലും അറിയുന്ന മുമ്പേ സ്നേഹിച്ചോരല്ലോ ദൈവം, എന്നെ സീമാതീതം അനന്തം എന്ന വരികൾ ആദ്യം എഴുതി, പിന്നീട് അതേ തുടർന്ന് വേറെ ചില സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിച്ച് തുടർന്ന് എഴുതുകയായിരുന്നു. ആകാശം പോലെ വിശാലം, നാഥ നിൻ സ്നേഹമെത്ര അഗാധം. ആകാശം പോലെ വിശാലം, നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം, എന്നെ സീമാതീതമാനന്ദം. ആകാശം പോലെ വിശാലം, നാഥ നിൻ സ്നേഹമെത്ര അഗാധം. പെറ്റമ്മ പോലും അറിയും മുൻപേ സ്നേഹിച്ചുവല്ലോ ദൈവം, എന്നെ സീമാതീതമാനന്ദം. അച്ഛാ, ദൈവം മനുഷ്യനെ ആദ്യം സ്നേഹിച്ചു, അതിനുശേഷം സൃഷ്ടിച്ചു. ഈ സ്നേഹത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? പലപ്പോഴും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് ആൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ അനാദിയിലെ നമ്മളുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് സൃഷ്ടിക്കൽ തന്നെ. എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചതുകൊണ്ട് സ്നേഹിക്കുകയല്ല, സ്നേഹിച്ചതുകൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ അത്രമാത്രം നമ്മൾ ദൈവസന്നിധിയിൽ സ്മരിക്കപ്പെട്ടവരാണ്, വിലയുള്ളവരാണ്, അത്രമാത്രം നമ്മളെ ദൈവം കരുതുന്നു എന്നൊക്കെ ഉള്ളത് ഈ ഒരു സത്യം അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, ഈ അടുത്ത നാളിൽ 5 മക്കളുള്ള ദമ്പതിമാരിൽ കുഞ്ഞുങ്ങളുടെ പിതാവ് എന്നോട് പറഞ്ഞു, ജോഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളാണുള്ളത്, 6ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി ആഹ്ലാദം തോന്നി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുടുംബങ്ങളിലൊന്നും കുഞ്ഞുങ്ങളില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ദമ്പതിമാരുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ വിഷയമാണ്. എൻ്റെ മാത്രമല്ല, സഭയുടെയും പ്രാർത്ഥനാ വിഷയമാണ്. അപ്പം അദ്ദേഹം പറയുന്നു, അടുത്ത കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്.
അപ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ആ കുഞ്ഞിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം എത്ര അധികമായിട്ട് ജനിക്കുന്നതിന് മുമ്പേ ഒരാളെ ദൈവത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും എത്ര അധികമായിട്ട് ദൈവം ആ വ്യക്തിയെ കരുതുകയും ആ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സംഭാഷണം എനിക്ക് വളരെ വിശദമാക്കി തന്നു. അപ്പോൾ അപ്പോഴെൻ്റെ വില തന്നെ ഞാനൊരു യാദൃച്ഛിക സംഭവമല്ല. നമ്മൾ ഓർക്കാറുണ്ട്, പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് എന്താണ്? വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നു. പക്ഷെ എത്രയോ ദമ്പതിമാർ ഒരു കുഞ്ഞിനെ കിട്ടാൻ കഴിയാത്ത രീതിയിൽ വേദനയോടെ പ്രാർത്ഥിച്ചും ചികിത്സകൾ നടത്തിയും കഴിഞ്ഞുകൂടുന്നുണ്ടല്ലേ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വില അത്ര പ്രധാനപ്പെട്ടാണ്. കാരണം ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുന്നവരുടെ ദുഃഖം കാണുമ്പോൾ ദാമ്പത്യ ബന്ധം സ്ഥാപിച്ചതുകൊണ്ടൊന്നും ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുന്നുള്ളൂ എന്ന സത്യം. അതുപോലെ തന്നെ വേദനയോടെ ഞാൻ ഈ സമയത്തൊരു കാര്യം ഓർക്കാണ്. എനിക്ക് വളരെ പരിചിതരായ ദമ്പതിമാർ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവർ വേദനയോടെ എന്നോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ തന്നെ ഉദരത്തിലൊരു കുഞ്ഞ് ഉത്ഭവിച്ചപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒഴിവാക്കി. പിന്നീട് അവർക്കൊരു കുഞ്ഞുണ്ടായില്ല. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം കോപിച്ചതാണോ എന്നൊക്കെയുള്ള ചിന്ത അവരിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ദൈവം കോപിച്ചത് തരാതിരുന്നതല്ല. പിന്നെ നമ്മൾ തന്നെ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. അപ്പോൾ അവിടെ അവരെടുത്ത നിലപാടെന്താ? എനിക്കൊരു കുഞ്ഞിനെ ആവശ്യമില്ല, ഇപ്പോൾ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നിലപാടെടുത്തപ്പോൾ നീ ഒരു വിധി വിധിച്ചു. ആ വിധിയുടെ ഫലമായിട്ട് നിന്നിലുണ്ടായ ചില മാറ്റങ്ങൾ ആകാം ചിലപ്പോഴിങ്ങനെ സംഭവിക്കാനിടയായത്. മനുഷ്യപ്രകൃതിയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പരിഗണിച്ച് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുഞ്ഞിൻ്റെ വില എത്ര വലുതാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ വേറൊരു അമ്മ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. 4ാമതൊരു കുഞ്ഞ് വേണ്ട എന്ന് വിചാരിച്ച് അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ ആ കുഞ്ഞ് ജീവനോടെ നിലനിൽക്കുകയും സമയത്ത് പൂർണ്ണ വളർച്ചയെത്തി ജനിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ ആ കുഞ്ഞാണ് അമ്മയുടെ ഏറ്റവും വലിയ ആശ്രയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ആധ്യാത്മിക രംഗത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അറിയാൻ കഴിയുമ്പോൾ എത്ര വലുതാണ് ഒരു കുഞ്ഞെന്ന്, എത്ര അമൂല്യമാണ്, ദൈവം എത്രമാത്രം കരുതലോടെയാണ് ഒരു കുഞ്ഞിനെ തരുന്നതെന്ന് ചിന്തിക്കാനൊക്കെ അത് കാരണമായിട്ടുണ്ട്. പോട്ട ഡിവൈൻ ശുശ്രൂഷകൾ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലാണ് രൂപപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് ഏറ്റവും അധികം വ്യാപകമായി കൺവെൻഷനുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആകാശം പോലെ വിശാലം തുടങ്ങിയ ഗാനങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിലും വ്യാപകമായി ഉപയോഗിക്കാൻ ഇടയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ അനുപല്ലവി കേൾക്കാം. ജനിക്കും മുൻപേയൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ജനിക്കും മുൻപേയൻ പേരും രൂപവും ഉള്ളം കയ്യിൽ നീ കുറിച്ചുവല്ലോ. ഒരു വാക്കുനാവിൽ വിരിയും മുൻപേ അതുപോലും അറിവു നീയൊരുവൻ. ചിന്തകൾ പണ്ടേ നീ അറിയുന്നു. അച്ഛാ, ഈ വരികളിലെ പേരും രൂപവും ഞാൻ ജനിക്കുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നു. ആ സ്വന്തമാക്കലിനെയും ആ സ്വാതന്ത്ര്യത്തെയും അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ദൈവത്തിന് ഓരോ കുഞ്ഞിനെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ ആളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഉദാഹരണത്തിന് ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ്റെ പേര് ഈശോ എന്നായിരിക്കണമെന്ന് മുൻകൂട്ടി പറഞ്ഞില്ലേ? സ്നാവയോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പേ അവന് യോഹന്നാൻ എന്ന പേരിടണമെന്ന് മുൻകൂട്ടി ഒരറിയിപ്പുണ്ടായില്ലേ? സ്വർഗത്തിൽ നിന്നൊരറിയിപ്പ്.
അപ്പം അങ്ങനെയെങ്കിൽ ഏതൊരു മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് മുൻകൂട്ടി ഒരു നിശ്ചയമുണ്ട്. രക്ഷാകര പദ്ധതിയിൽ ആ വ്യക്തി ഈശോയോട് സഹകരിക്കുന്ന രീതിയും വിധം എപ്രകാരമായിരിക്കണമെന്ന്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ദൈവത്തിന് എല്ലാവരും ഒരുപോലെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഈശോ എത്രമാത്രം പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണോ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഈശോയുടെ സഹോദരനും സഹോദരിയാണ് നമ്മൾ. അവൻ ആദ്യജാതനാണ്. പിന്നീട് നമ്മളൊക്കെ അവന് ശേഷം ജനിച്ചവർ ദൈവരാജ്യത്തിലേക്ക് ജനിച്ചവരാണ്. നമ്മളൊക്കെ ദത്തപുത്രന്മാരും ദത്തുപുത്രിമാരുമാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ഈശോയെ ഏൽപ്പിച്ച ആ രക്ഷാകര പദ്ധതിയിൽ നമുക്കെല്ലാം ഒരു ഭാഗഭാഗത്തുണ്ട്. അപ്പം മുൻനിശ്ചയം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യമാണ് മുൻനിശ്ചയം എന്ന് പറയുന്നത്, രക്ഷയുടെ അനുഭവം മാത്രം. അതുകൊണ്ട് നമ്മളെക്കുറിച്ചും പേരും രൂപവും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ഓർക്കുകയായിരുന്നു, ഒരിക്കലൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, വളരെ വേദനയോടെ ആ കൊച്ചെന്നോട് സ്വകാര്യമായിട്ട് ഷെയർ ചെയ്തതാണ്. അവളുടെ പിതാവ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ അത്ര സൗന്ദര്യമുള്ള ഒരാളല്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു സ്കിൻ ഡിസീസ് ഉണ്ട്. ഈ പെൺകുട്ടിക്ക് ആ സ്കിൻ ഡിസീസ് കിട്ടി, ആ പിതാവിൻ്റെ രൂപവും കിട്ടി. അവൾ പറയായിരുന്നു എന്നോട്, എൻ്റെ മമ്മി ഈ ഡാഡിയല്ലാതെ വേറൊരാളെ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കിട്ടുമായിരുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ, മമ്മി ഡാഡിയെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചെങ്കിൽ നീ ഉണ്ടാവുകയില്ലായിരുന്നു. കാരണം അവളുണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മാതാവിൻ്റെയും ഈ പിതാവിൻ്റെയും ദാമ്പത്യത്തിലാണല്ലോ അവളുണ്ടായത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഒരു ദിവസം മാറിയാൽ പോലും നീ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നിനക്ക് ജന്മം നൽകിയ ആ പിതാവിൽ നിന്ന് ആ ജീവാണു അതല്ലാതെ വേറൊന്നായിരുന്നെങ്കിൽ, ശരിയല്ലേ, അതല്ലാതെ വേറൊന്നായിരുന്നെങ്കിൽ വേറൊരാളായിരുന്നു ഉണ്ടാകുമായിരുന്നത്. അപ്പം നീ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രമാത്രം ദൈവം അതിന് പിന്നിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മോളാണ്. നിൻ്റെ ഈ രൂപവും നിൻ്റെ ഈ സാദൃശ്യമൊന്നും ലോകത്തിൽ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ആർക്കുമില്ല, ഇനി ആർക്കും ഉണ്ടാവുകയില്ല. അത്രമാത്രം നീ തനതായ തനിമയുള്ള ഒരു രൂപമുള്ള ഒരു സ്വഭാവവിശേഷമുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് എന്ന കാര്യം നീ തിരിച്ചറിയുക. അതുകൊണ്ട് വളരെ ബാഹ്യമായ ചില ചെറിയ വിഷയങ്ങളെ പ്രതി നീ വേദനിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. ദൈവസന്നിധിയിൽ നീ അത്രമാത്രം പ്രിയപ്പെട്ടവളും തനിമയുള്ളവളാണെന്ന് അവളോട് പറഞ്ഞു. ആ കൊച്ചിനത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. അവളുടെ അപകർഷതാബോധം മാറാനും പിതാവിനോടുള്ള മാതാവിനോടുള്ള അവളുടെ സമീപനത്തിലൊക്കെ മാറ്റം വരാൻ ഇടയായി. ഞാനൊരാളുണ്ട് എന്നത് തന്നെ എന്ത് വലിയ സംഭവമാണല്ലേ. ഞാൻ എന്നയാൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അത് ദൈവമാണ് സൃഷ്ടിക്കുന്നത്. മാതാപിതാക്കന്മാരെ ഉപകരണങ്ങളായി അവിടുന്ന് ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിശ്ചയിക്കാതെ അല്ലെങ്കിൽ ദൈവം ഇടപെടാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല, ഏത് രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ സൃഷ്ടിയുടെ പിന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ട്. അതിനെ കാണാൻ സാധിക്കണം. കുറവുകളിലേക്കല്ല നോക്കേണ്ടത്. പിന്നെയോ ആയിരിക്കുന്ന ആളത്വം ഉണ്ടല്ലോ, ഞാനെന്ന ആള്, എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പോലും എൻ്റെ ദൈവരാജ്യ പ്രവേശനത്തിന് അതൊരു തടസ്സമേ അല്ല എന്നുള്ള വലിയ സത്യം അത് തിരിച്ചറിയണം. ഇനി നമുക്ക് പാട്ടിൻ്റെ ചരണത്തിലേക്ക് കിടക്കാം. ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാ പൂവിനെയും, ആകാശങ്ങളിൽ കുരുവികളെയും വയലിലെ മൃദുവാ പൂവിനെയും വീഴാതെ പോറ്റുന്ന കരുണാമഹേശന്റെ വാത്സല്യഭാജനം ഞാനല്ലേ, എന്നെ പാലിക്കുമവിടുന്ന് കൃപയാലേ. ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ്.
നമ്മളുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, അസ്വസ്ഥമാകേണ്ട എന്നൊരു ധ്വനി നമ്മൾ ഈ വചനത്തിൽ അടിവരയിടുന്നുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. ഈശോ തന്നെ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പഠിപ്പിച്ച കാര്യമാണ്. ആകാശത്തിലെ കുരുവികളെ ദൈവം പരിപാലിക്കുന്നു, വയലിലെ പൂക്കളെ പോലെ അവിടുന്ന് പരിപാലിച്ച് സംരക്ഷിക്കുകയും അവിടെ പുതിയ ചെടികൾ ഉണ്ടാകാനിടയാകുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം ദൈവം ചെടികളെയും പുല്ലിനെയും പരിപാലിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളായ നിങ്ങളെ അവിടുന്ന് പരിപാലിക്കാതിരിക്കുമോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം പ്രിയപ്പെട്ടവർ ആയിരിക്കെ എന്തിനാണ് സംശയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഈശോയുടെ വാക്കുകളാണത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ധ്യാനിക്കണം, ചിന്തിക്കണം. നിസ്സാരമായ ഏതെങ്കിലും ഒരു ചെറിയ കുറവ് വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ദൈവം കൈവിട്ട വിഷയമില്ല, ദൈവം ആരെയും കൈവിടുകയുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഒക്കെ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഒരു മഹാഭാവിയുടെ പക്ഷത്ത് പോലും ദൈവം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈശോ മരിക്കാൻ തയ്യാറായി എന്നുള്ളത്. ഒരു മഹാഭാവിയെ പോലും ഈശോ വിശ്വസിപ്പിക്കുകയാണ്. നീ എനിക്കെതിരെ ഇങ്ങനൊരു മഹാ അപരാധം ചെയ്തെന്നുള്ളത് ഞാൻ പരിഗണിക്കുന്നില്ല. ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പറയുന്നത്, നീ എൻ്റെ പക്ഷത്ത് അല്ലെങ്കിലും, നീ എന്നെ ക്രൂശിൽ തറയ്ക്കുന്നവളാണെങ്കിലും ഞാൻ നിൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. നീ എൻ്റെ പക്ഷത്ത് നിൽക്കുവാണെങ്കിൽ നിനക്ക് എന്നെ കിട്ടും എന്നാണ് ഈ പറയുന്നത്. എൻ്റെ പരിപാലന കിട്ടും. എൻ്റെ എല്ലാ തരത്തിലുള്ള എൻ്റെ സ്നേഹവും പരിഗണനയെല്ലാം നിനക്കുണ്ട്. നീ അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിലും തളരില്ല ഞാൻ. രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിലും തളരില്ല ഞാൻ. വെൺമഞ്ഞു പോലത് നിർമ്മലമാകും വാഗ്ദാനമവിടുന്നു നിറവേറ്റും. അങ്ങേ സന്നിധിയാണെൻ്റെ സൗഭാഗ്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതായത് എന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും അധികം സ്പഷ്ടമാകുന്നത് ഞാൻ ചെയ്ത പാപങ്ങളൊന്നും എനിക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ എന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ സാന്ത്വനം അതാണ്. നാം ഒരാൾക്കെതിരെ തെറ്റ് ചെയ്താൽ, ആൾ ഒഫൻഡഡ് ആയാൽ നമുക്ക് സാന്ത്വനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തി സാരമില്ല എന്നു പറയുന്നത് കേൾക്കണം, അല്ലേ? അപ്പോൾ ആ സാരമില്ല എന്ന് പറയുന്നത് കേൾക്കുന്നത് നമുക്ക് സാന്ത്വനമാണ്. അപ്പോൾ ദൈവം തന്നെ എന്നെ നോക്കിയിട്ട് പറയാണ്, സാരമില്ല മോനെ, സാരമില്ല, നീ ഇങ്ങനെ ഒന്ന് ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് പാപമോചനം എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇത് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാവുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 13-14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് വരാൻ, എന്നെ പ്രസാദിപ്പിക്കുവാൻ ബലി അർപ്പിക്കണമെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങനെ തുടങ്ങുന്നേ, നിങ്ങളുടെ നിരവധിയായ ബലികളും കാഴ്ചകളും എനിക്കെന്തിനാ? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് ആവശ്യമില്ല. എൻ്റെ അടുക്കൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ, എന്നെ പ്രസാദിപ്പിക്കുവാൻ ഇവയൊക്കെ വേണമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് കോപിച്ചിട്ടേ ഇല്ല, നിങ്ങളോട് പിണങ്ങിയിട്ടില്ല. എൻ്റെ പ്രസാദം നിങ്ങൾക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ കോപിച്ചു എന്ന് കരുതി എന്നെ പ്രസാദിപ്പിക്കാനായിട്ട് നിങ്ങൾ ബലിയർപ്പിക്കുകയാണ്. ഒരു ബലിയർപ്പിക്കണ്ട, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരു തടസ്സമില്ല. പക്ഷേ ആരെങ്കിലും ദൈവത്തോട് രമ്യതപ്പെടാൻ അതുവഴി കഴിഞ്ഞോ? ഒരു പ്രവാചകൻ പറഞ്ഞത് വഴി ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സ് ദൈവത്തോട് അടുക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പറയുന്നതിന് സാക്ഷ്യം വേണം. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, സത്യത്തിനൊരു സാക്ഷ്യം വേണം. സാക്ഷ്യമുണ്ടെങ്കിലേ സത്യം വിശ്വാസയോഗ്യമാകുകയുള്ളൂ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ദൈവം കോപിച്ചു, ദൈവം ശിക്ഷിക്കും, ദൈവത്തിൻ്റെ ക്രോധം അടങ്ങണമെങ്കിൽ
ദൈവത്തിന് പ്രീതികരമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയാണ്. എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. സത്യം അറിയാത്ത ക്രിസ്ത്യാനികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ചെയ്ത പാപത്തിന് തക്കതായ പരിഹാരം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സത്യമാണ്. ഇതൊരു സാക്ഷ്യമാണ്. എന്തിൻ്റെ സാക്ഷ്യമാണ്? പ്രവാചകൻ വഴി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ കാര്യം ഈശോ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതാണ്. പീലാത്തോസ് ചോദിച്ചു, നിൻ്റെ വരവൻ്റെ ഉദ്ദേശം എന്താ? ഈശോ എന്താ പറഞ്ഞത്? സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത്. ദൈവം പാപിയുടെ പാപം അവൾക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സാക്ഷ്യമില്ല. ഞാൻ ഏതോ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യമില്ലാത്തതാം സത്യം അസത്യമേ ആകൂ. സാക്ഷ്യമില്ലാത്തത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡോക്ടർ, ഒരു ആയുർവേദ വൈദ്യർ ഒരു പച്ചമരുന്ന് എടുത്തിട്ട് പറയാണ്, ഈ പച്ചമരുന്ന് കഴിച്ചാൽ വലിയ മാരകമായ രോഗം മാറും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നത്, ഈ മരുന്ന് കഴിച്ചിട്ട് ആരുടെ രോഗമാണ് മാറിയിട്ടുള്ളത് എന്നറിയാനുള്ള കൗതുകം നമുക്കുണ്ടായില്ലേ? അപ്പോൾ പെട്ടെന്ന് ഇന്നയാളുടെയൊക്കെ രോഗം ഇതുവഴി സൗഖ്യപ്പെട്ടു എന്നൊരു സാക്ഷ്യം കിട്ടുമ്പോൾ നമുക്ക് വിശ്വാസം. അല്ലെങ്കിൽ ഇയാൾ വൈദ്യരാണോ, ഈ പറയുന്നത് എല്ലാം ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണോ എന്നൊക്കെ സാറിന് ചിന്തിക്കും. ഈയിടെ ഒരാളിങ്ങനെ വലിയൊരു മരുന്നിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടയാൾ പറയുകയാണ്, ആർക്കറിയാം ഇത് കഴിച്ചിട്ട് വല്ല രോഗം ഉണ്ടാകുമെന്ന് ആർക്കറിയാം? കാരണം മാരകമായ വിഷങ്ങൾ ഈ പ്രകൃതിയിലുണ്ടേ. നമുക്കറിയാം, ഉമ്മത്തിൻ്റെ കായൊക്കെ കഴിച്ചാൽ അപകടമാണ്, വിഷമാണ്. അപ്പം അതുകൊണ്ട് ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പോലും പ്രവാചകൻ വഴി പറഞ്ഞിട്ടും മനുഷ്യരത് വിശ്വസിച്ചില്ല. അപ്പം വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നു. അതാണ് വാഗ്ദാനം അവിടുന്ന് പാലിച്ചു. അത് എൻ്റെ ജീവിതത്തിലും ആ വാഗ്ദാനം നിറവേറ്റിത്തരും എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ രക്താംബരം പോൽ ഹൃദയം നിറയെ പാപമംഗലമാണെങ്കിലും ദൈവത്തോട് ചേരുമ്പോൾ, യേശുവിനോട് ചേരുമ്പോൾ വെൺമഞ്ഞ് പോലെ അത് ആകും. പ്രവാചകൻ പണ്ട് പറഞ്ഞതാണ്, പക്ഷേ ഇപ്പോഴാണത് യാഥാർത്ഥ്യമായത് എന്നുള്ളൊരു വലിയ സത്യം അതിനകത്തുണ്ട്.